இதம் திறந்து வந்து மண்ணில் இறங்கி வரும் മാർബിൽ ഒളിந்து കൊള്ള വാ വാ. സൺ പിക്ചേഴ്സ് ധനുഷ് എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ഇത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും വലിയ സിനിമയ്ക്ക് കോളുകൾ വരുന്നത് അങ്ങനെ പതിവില്ലല്ലോ. അപ്പോൾ ഐ വാസ് വെരി സർപ്രൈസ്ഡ് ടു സീ എ സൂപ്പർ സ്റ്റാർ ലൈക്ക് ഹിം ഡയറക്ടിങ് എ ഫിലിം. ആൻഡ് വെറുതെ ഡയറക്റ്റ് ചെയ്യല്ല, പുള്ളി അതിൽ ഇറങ്ങി ഹി ഹസ് ഗിവൺ എവറിത്തിങ് ഫോർ ദിസ് ഫിലിം എന്നുള്ളൊരു. ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് ഇല്ലാത്തപ്പോൾ പോലും ഞാനും കാളിയും ഒക്കെ ചുമ്മാ പോയി അവിടെ ഇരിക്കും. ലൈക്ക് നമുക്ക് ഷൂട്ടില്ലെങ്കിലും നമ്മൾ പറയും സെറ്റിൽ പോവാൻ വെറുതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര സെറ്റ് ആയത്. ധനുഷ് സാറിന് എങ്ങനെയാണെന്ന് സാറിന്റെ പിള്ളേരും എന്നുള്ളൊരു മൂഡായി ഞങ്ങൾ. അപ്പൊ എസ് എ സൂര്യ സാറിന്റെ സ്റ്റൈലിൽ ധനുഷ് സാറിന്റെ ഡയറക്ഷൻ അത് വരുന്നത് അത് കാണും. എനിക്ക് എന്റെ പാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. പിന്നെ എനിക്ക് ഐ നെവർ വാണ്ടഡ് ടു ഗിവ് അപ്പ് ഓൺ ദിസ് ഓർ ഐ നെവർ വാണ്ടഡ് ടു ലുക്ക് ബാക്ക്. ലൈക്ക് എനിക്ക് തിരിച്ചു പോണ്ട എന്നുള്ളൊരു എന്നെ എത്തിച്ചത് സൂര്യ പോട്ടർ സുധാ മാം ആണ്. ഹലോ അപ്രണ്ണ, വെൽക്കം. സോ റായൻ ഇപ്പോൾ റിലീസ് ആകുമ്പോൾ ഏറ്റവും വലിയൊരു സിനിമയാണ്. അതും ഭയങ്കര ഹൈപ്പിൽ വരുന്ന ധനുഷിൻ്റെ 50th ഫിലിം. അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന, അദ്ദേഹം എഴുതുന്ന സിനിമ. ഒരു എങ്ങനെയാണ് അപർണ ഈ സിനിമയിലേക്ക് എത്തുന്നത്? ധനുഷിൻ്റെ ഒരു ഡയറക്ഷനിൽ വരിക എന്ന് പറയുന്നത്. നേരത്തെ അദ്ദേഹം പവർ പാണ്ഡി പോലൊരു ചെറിയ സിനിമയാണ് ചെയ്തത്, പക്ഷേ ഇതൊരു മാസീവ് സിനിമയായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് അപർണ എത്തുന്നത്? എനിക്ക് ഭയങ്കര റാൻഡം ആയിട്ടാണ് ഒരു കോള് വരുന്നത്. ഞാൻ ബാംഗ്ലൂർ ഐ തിങ്ക് നമ്മൾ ധൂമം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റാൻഡം ആയിട്ട് എനിക്ക് ശ്രേയസ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പുള്ളിയുടെ കോള് വരുന്നത്. അപ്പം എനിക്കിങ്ങനെ കുറച്ച് വാക്കുകൾ സൺ പിക്ചേഴ്സ് ധനുഷ് എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ ഇത് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇത്രയും വലിയ സിനിമയ്ക്ക് കോളുകൾ വരുന്നത് അങ്ങനെ പതിവില്ലല്ലോ. അപ്പോൾ എനിക്കും ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു സർപ്രൈസിങ് കോളായിരുന്നു ആ സമയത്ത്. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ ആ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ ഇത്രയും ഇപ്പോൾ ധനുഷ് സാറിനെ പോലത്തെ ഒരാളുടെ പേര് കേൾക്കുമ്പോൾ, പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം, പിന്നെ സൺ പിക്ചേഴ്സിനെ പോലത്തെ ഒരു ബാനർ കേൾക്കുമ്പോൾ ഐ തിങ്ക് 50% നമ്മൾ അപ്പോൾ തന്നെ യെസ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞിട്ട് സാറ് നേരിട്ട് അതിൻ്റെ നറേഷനും എൻ്റെ ക്യാരക്ടർ എന്താണെന്നും ഒക്കെ ഭയങ്കര രസമായിട്ട് പുള്ളി പറഞ്ഞു തന്നിട്ട് അപ്പോഴേ ഞാൻ ഓക്കെ ആയിരുന്നു. ഇല്ല, ബിക്കോസ് he was very clear about what my character was and he completely gave it to me. നിനക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ ഐ വാസ് എന്താ പറയുക വെരി മച്ച് റെഡി ടു ഡു ദ ഫിലിം. ഇപ്പോൾ നേരത്തെ അപർണ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് ടേൺഡ് ആക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഒക്കേഷണലി അഭിനയിക്കുന്ന ആൾക്കാരാണ്. ഇതിലൊരു സൂപ്പർ സ്റ്റാർ, ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ നാഷണൽ അവാർഡ്സ് വിൻ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു? ഒരു ആക്ടിങ് അപർണയുടെ പെർഫോമൻസ് പുറത്തെടുക്കുന്നതിൽ ധനുഷ് എന്നൊരു ആക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ആയിരുന്നു? ആസ് എൻ ആക്ടർ ആൻഡ് എ ഡയറക്ടർ സാറിന് ഭയങ്കര ക്ലാരിറ്റിയാണ് വാട്ട് ഹി വാണ്ട്സ് ടു ഡു. ഇപ്പോൾ പുള്ളിക്ക് ഓരോ ക്യാരക്ടറും അത് ഭയങ്കര ചാലഞ്ചിങ്ങുമാണ്. കാരണം പുള്ളിനെ പോലത്തെ ഒരാള് അത് എനാക്ട് ചെയ്ത് കാണിക്കുമ്പോൾ അത് തിരിച്ച് നമ്മൾ ചെയ്യാൻ ഒബ്വിയസ്ലി, ബിക്കോസ് സിൻസ് ഹി ഹാസ് ദ സ്കിൽ വൈ വുഡ് ഹി നോട്ട്. അപ്പൊ അങ്ങനെ പുള്ളി അത് ചെയ്ത്, അതും നോർത്ത് ചെന്നൈ ആണ് നമ്മുടെ ബേസ്, ഇതിന്റെ സ്ലാങ്ങും കാര്യങ്ങളും ഒക്കെ നോർത്ത് ചെന്നൈ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ സോണാണ് അത്. അപ്പൊ പുള്ളി അത് അഭിനയിച്ച് കാണിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ട്, ലൈക്ക് ഓ മൈ ഗോഡ് ഇത് എങ്ങനെ ഇത് ഇത്ര ലെവലിൽ എത്തൂല എന്ന് നമുക്കും അറിയാം. അതെ, നമുക്കും അറിയാം. പക്ഷെ നമ്മൾ അതിന്റെ മാക്സിമം ട്രൈ ചെയ്യും. സോ I think that the challenge and the best thing about it is we'll give our best shot. ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം. ആൻഡ് സാറ് ഭയങ്കര പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ. അതായത് പുള്ളി ഒരു തരത്തിലും ഇത്ര ടേക്കിൽ ഓക്കെ ആക്കണം എന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകണം എന്നോ ഒന്നും പറയാത്തൊരു ഭയങ്കര സമയം തന്ന് നമ്മളെ കൊണ്ട് നമ്മുടെ ബെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഡയറക്ടറാണ്. ആൻഡ് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ടു സീ എ സൂപ്പർ സ്റ്റാർ ലൈക്ക് ഹിം ഡയറക്ടിങ് എ ഫിലിം. ആൻഡ് വെറുതെ ഡയറക്റ്റ് ചെയ്യല്ല, പുള്ളി അതിൽ ഇറങ്ങി ഹി ഹസ് ഗിവൺ എവറിത്തിങ് ഫോർ ദിസ് ഫിലിം എന്നുള്ളൊരു ഇതിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ആൻഡ് അത് ഐ തിങ്ക് ഷോസ് ഓൾസോ. ഓഡിയോ ലോഞ്ചിൽ ധനുഷ് പറയണ്ടായിരുന്നു ഏറ്റവും കുറവ് ചീത്ത കേട്ടത് അപർണയ്ക്കാണെന്നുള്ളത്, ബാക്കിയുള്ളവർക്കൊക്കെ നല്ലോണം കിട്ടിയിരുന്നു. അതെന്തുകൊണ്ടാണ്? രണ്ട് കാര്യമാണ്. ഒന്ന്, ഡെഫിനറ്റ്ലി അവരുടെ ക്യാരക്ടേഴ്സ് അത്രയും ഹെവിയാണ്. എൻ്റെത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ ദാൻ ദെയർ ക്യാരക്ടേഴ്സ്. എൻ്റെ കുറച്ചും കൂടെ എന്താ പറയുക ഭയങ്കര റോ ആയിട്ടുള്ള വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മേഖല എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ആൻഡ് വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് ദ ക്യാരക്ടർ വാസ് ദാറ്റ് ഇപ്പോൾ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യും. പിന്നെ നോർത്ത് ചെന്നൈ ഐ തിങ്ക്
എല്ലാ സ്ത്രീകളും എടുത്ത് നോക്കിയാൽ അവർക്ക് ആ ഒരു അവരങ്ങനെ അത്രയും ഹെഡ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന്റെ മുകളിൽ കൂടെ എനിക്ക് തോന്നിയത് ഭയങ്കര ജെനുവിൻ ആണ്. അത് കാൽക്കുലേറ്റഡ് അല്ലാണ്ട് ഷീ ഡസൻ കെയർ ഹൂസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. അവൾക്ക് പറയേണ്ടത് അവൾ പറയും. ആൻഡ് അതും ഭയങ്കര അവൾക്ക് ബെനിഫിഷ്യൽ ആണ്, അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല. വാട്ട് എവർ ഷീ ഫൈൻഡ്സ് ലൈക്ക് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു, ഷീ വിൽ ഡു ദാറ്റ്. ആൻഡ് ഭയങ്കര രസമാണ് ഇതിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര റോ ആയിട്ട്, കുറേ ചീത്ത വിളിക്കുന്നതാണെങ്കിലും എന്താ പറയുക സ്നേഹമാണെങ്കിലും എല്ലാം ഭയങ്കര ഡിഫറെൻറ്റ്. അപ്പോൾ ഐ റിയലി എൻജോയ്ഡ് ഡൂയിങ് ദ ക്യാരക്ടർ. ഭയങ്കര രസമായിട്ടൊരു എന്ന് വെച്ചാൽ സ്ക്രീൻ സ്പേസിനെക്കാട്ടിലും ദ ക്യാരക്ടർ ഹാസ് എ ബ്യൂട്ടിഫുൾ ആർക്ക് ഇൻ ദ ഫിലിം, ലൈക്ക് ആ ഉള്ള ടൈമിൽ. ഇതിലെ കോസ്റ്റാർസ് ഇപ്പോൾ സന്ദീപ് കിഷനുമായിട്ടാണ് അപർണയുടെ പേരിങ് തോന്നുന്നു. അതുകൂടാണ്ട് നേരത്തെ കാളിദാസിനുമായിട്ട് നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് തുഷാര, വലിയ ആക്ടേഴ്സായ പ്രകാശ് രാജ്, എസ് ജെ സൂര്യ, ഇവരെല്ലാവരും ഉണ്ട്. ശെൽവരാഘവനുണ്ട്. ഇവരുടെയൊക്കെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രകാശ് സാറിന്റെ കൂടെ നമുക്ക് ആർക്കും കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നില്ല. എസ് ജെ സൂര്യ സർ വാസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഓഫ് ദ ഫിലിം. അയ്യോ, അത് ഞങ്ങൾ ആക്ച്വലി ഷൂട്ട് ഇല്ലാത്തപ്പോ പോലും ഞാനും കാളിയും ഒക്കെ ചുമ്മാ പോയി അവിടെ ഇരിക്കും. ലൈക്ക് നമുക്ക് ഷൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ പറയും സെറ്റിൽ പോവാൻ വെറുതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. അപ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര സെറ്റ് ആയത്. ധനുഷ് സാറിന് എങ്ങനെയാന്ന് സാറിന്റെ പിള്ളേരും എന്നുള്ളൊരു മൂഡായി ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അവിടെ ചുമ്മാ പോയി ഇരിക്കും, ഷൂട്ട് കാണും. അത് എസ് ജെ സാർ സൂര്യ സാറിന്റെ ഇത് വരുമ്പോ ഭയങ്കര ഇറ്റ്സ് വെരി എന്താ പറയുക, ഭയങ്കര രസം അത് കാണാൻ. ആൻഡ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഉണ്ടല്ലോ, അതിൽ വെൻ ധനുഷ് സർ ഇസ് ഡയറക്ടിങ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫറെന്റ്. ലൈക്ക് എസ് ജെ സൂര്യ സാറിന്റെ സ്റ്റൈലിൽ ധനുഷ് സാറിന്റെ ഡയറക്ഷൻ അത് വരുന്നത് അത് കാണും. അത് ധനുഷ് സാറ് എനിക്ക് തോന്നുന്നു ഓഡിയോ ലോഞ്ചിന്റെ വീഡിയോയിൽ പുള്ളിക്കാരൻ അത് സാറിനെ പോലെ എസ് ജെ സാറിനെ പോലെ തന്നെ ചെയ്യും. അപ്പം അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. സെൽവാ സാറിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാനേ പേടിയായിരുന്നു. കാരണം എന്താ പറയാ, അങ്ങനത്തെ പടങ്ങൾ ചെയ്തിട്ടുള്ള ആളല്ലേ. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി എനിക്കിങ്ങനെ ഞാൻ ഹായ് ഗുഡ് മോർണിംഗ് സർ സുഖാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അധികം പുള്ളിയുടെ അടുത്തൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഭയങ്കര രസം. ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഇറ്റ് വാസ് ലൈക്ക് ഓൾമോസ്റ്റ് എവ്രി വൺ വർ ഡയറക്ടേഴ്സ്. അപ്പോൾ പക്ഷെ എന്നാലും ധനുഷ് സർ വാസ് ദി ഡയറക്ടർ എന്നുള്ളത് അവർ ഭയങ്കരമായിട്ട് ആ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുന്നത് കാണാൻ പറ്റി. സെൽവ സർ വാസ് കംപ്ലീറ്റ്ലി ആസ് എൻ ആക്ടർ ദെയർ. എസ് ജെ സൂര്യ സർ വാസ് an actor. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നി. ലൈക്ക് ദം റെസ്പെക്ടിങ് ഈച്ച് അതർ സ്പേസസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഇറ്റ് വാസ് എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വലിയ ആൾക്കാർ അഭിനയിക്കുന്ന കാണാനും അവരുടെ കൂടെ ഒരു സീൻ ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഒരു ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫീലിംഗ്. ഇപ്പം എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഏതൊരു ആക്ടറിൻ്റെ ഒരു വലിയ ഡ്രീമാണ്. അപ്പം അപ്പണ്ണയ്ക്ക് അത് തമിഴിലെ രണ്ടാമത്തെ സിനിമയിൽ തന്നെ നടന്നു. അതിലും മനോഹരമായിട്ടൊരു പാട്ട് കിട്ടി. ഈ സിനിമയിലും വളരെ രസകരമായിട്ടുള്ളൊരു പാട്ട്, അത് പാടിയിരിക്കുന്ന സന്തോഷ് നാരായണനും ശ്വേതയും കൂടെയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ എസ്പെഷ്യലി ആസ് എ സിംഗർ ആൻഡ് സമൺ കമ്മിങ് ഫ്രോം എ മ്യൂസിക്കൽ ഫാമിലി, എ ആർ റഹ്മാൻ്റെ ഒരു പാട്ടിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അദ്ദേഹം മ്യൂസിക് ചെയ്യുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സ്പെഷ്യലാണ്? ഇറ്റ്സ് ഹ്യൂജ്. അത് എപ്പോഴും അത് സർവ്വം താളമയത്തിൽ ഉള്ള ആ ഒരു ഫീല്, അതായത് ഫസ്റ്റ് ടൈം എ ആർ റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കിൽ അഭിനയിക്കുന്ന അതേ ഫീല് തന്നെയാണ് ഈ റായനിൽ വരുമ്പോഴും. that never fades out, I think, because ഇപ്പോൾ ഓഡിയോ ലോഞ്ചിന് തന്നെ I was thinking about how lucky I am to be there എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. കാരണം റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ, ഞാനത് ഓഡിയോ ലോഞ്ചിലും പറഞ്ഞ അതാണ്, സർ ഇപ്പോഴും വെൻ ഇന്ത്യ ലിഫ്റ്റഡ് ദ കപ്പ് എല്ലാവരും മാതു ജയ് സലാം എന്നുള്ള പാട്ടിലാണ് ഗൂസ് ബംസ് വരുന്നത് ഇപ്പോഴും. അപ്പോൾ അതുപോലത്തെ ഒരു പാട്ട് തന്ന ഒരു മനുഷ്യൻ, ആൻഡ് ഐ തിങ്ക് എല്ലാവരുടെ ലൈഫിലും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും പുള്ളിയുടെ ഒരു പാട്ട് വന്നു പോകാത്തൊരു സമയമില്ല. സോ അങ്ങനത്തെ ഒരു മജീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് റിയലി പ്രൗഡ്. ആൻഡ് ഇതിലത്തെ പാട്ടുകൾ വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് എവർ ഹി യൂസ് ടു ഡു. അപ്പോൾ അത് ഐ ഫെൽറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഭയങ്കര ആൾക്കാരത് കേൾക്കണം, ആൾക്കാരിലേക്ക് അത് എത്തുന്ന ഉറപ്പുള്ള, എസ്പെഷ്യലി വെൻ ദ സീൻസ് കം, എത്തുന്ന ഉറപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. സാറിൻ്റെ ഒരു വേറെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇതിൽ വന്നപ്പോൾ. എനിക്ക് ഒരുവിധം എല്ലാ പാട്ടുകളും ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് വാട്ടർ പാക്കറ്റ് ഇസ് അനദർ മൂഡ്. അല്ലാണ്ട് അടങ്ങാതെ അസുരൻ ഒരു ഭയങ്കര നമുക്കൊരു ഗൂസ് ബംസും നമുക്ക് ഉള്ളിലൊരു ഫയർ വരും. പക്ഷെ അത് പിന്നീട് കേട്ടിട്ട് ഞാനതാ പറഞ്ഞ, ഇതിലത്തെ മ്യൂസിക് എല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇറ്റ്സ് വെരി മച്ച് ലിങ്ക്ഡ് വിത്ത് ദ സീൻസ്. ഭയങ്കരമായിട്ട് ആ സീനിന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന മ്യൂസിക്കാണ് എല്ലാം. അപ്പോൾ അടങ്ങാതെ അസുരനൊക്കെ അങ്ങനത്തെ പാട്ടാണ്. ആൻഡ് അത് നേരിട്ട് അവർ പെർഫോം ചെയ്യുന്ന കൂടെ കണ്ടപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് നമ്മൾ ഓഡിയോ ലോഞ്ചിന് അവർ പെർഫോം ചെയ്തു, ലൈവ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. ആൻഡ്
പേഴ്സണലി ലവ് ദാറ്റ് സോങ് എ ലോട്ട്. ലൈക്ക് അത് ആദ്യം കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഓഫ് കോഴ്സ് വാട്ടർ പാക്കറ്റ് നമ്മൾ അഭിനയിച്ചുകൊണ്ടാണ് ആ സമയത്ത് അത് ട്രാക്ക് പാടിയത് ധനുഷ് സാർ. അപ്പൊ നല്ല ഭയങ്കര രസമായിരുന്നു ആ പാട്ട് കേൾക്കാനായിട്ട്. അപ്പനാടെ എനിക്കൊന്ന് ലാസ്റ്റ് റിലീസ് പത്മിനി ആയിരുന്നു തോന്നുന്നു മലയാളത്തിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് തമിഴ് സിനിമയായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന കുറച്ച് ക്രിറ്റിസിസവും ഇതൊക്കെ മാറി ഇപ്പോൾ വേറൊരു രൂപത്തിലാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. എന്തായിരുന്നു വാട്ട് വർ യു ഡൂയിങ് ഇൻ ദ മീൻ വൈൽ? റായൻ തന്നെ ആയിരുന്നു? റായൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഐ ഡിഡ് കിഷ്കിന്ദ കാണ്ഡം വിത്ത് ആസിഫ് ഖാൻ. പിന്നെ അല്ലാണ്ട് അതിന് മുന്നേ ചെയ്ത സിനിമകളും ഇറങ്ങാനുണ്ട്. പിന്നെ ഐ തോട്ട് ദറ്റ് ബ്രേക്ക് വാസ് വെരി മച്ച് നീഡഡ്. കാരണം നമ്മൾ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഹെൽത്ത് നോക്കല്, നമ്മുടെ ബോഡി എങ്ങനെ ആവുന്നു എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യൂല. അതിനെക്കാട്ടിലും നമ്മളുടെ ഹെൽത്ത് വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാവും നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഫുഡും ഉറക്കവും എല്ലാം കൂടെ. അപ്പം ഐ തിങ്ക് ദാറ്റ് ബ്രേക്ക് ഹെൽപ്ഡ് മീ എ ലോട്ട്. ലൈക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻ്റെ ബോഡി ഇപ്പോൾ ഭയങ്കര ഹെൽത്തി ആയി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലുക്സ് അല്ല, ട്രാൻസ്ഫോർമേഷൻ്റെ ഇത് മാത്രമല്ല, എനിക്ക് ഒരുപാട് എന്താ പറയുക ചേഞ്ചസ് എൻ്റെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ദാറ്റ്സ് സംതിങ് ഐ ഫെൽറ്റ് ലൈക്ക് എന്താ പറയുക, ഞാൻ ഇത്രയും നാൾ നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ട് ഇപ്രാവശ്യം ഐ ക്യാൻ ലൈക്ക് ആക്ച്വലി സേ ദാറ്റ് സംതിങ് ഹാസ് ഹാപ്പൻ ടു മീ. ലൈക്ക് ഒരു നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് ഐ തിങ്ക് ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഒരു ബ്രേക്ക്. ആൻഡ് ഐ ന്യൂ ദാറ്റ് റായൻ വാസ് ദെയർ ആൻഡ് എ കപ്പിൾ ഓഫ് അതർ ഫിലിംസ് വർ ദെയർ ടു ഗെറ്റ് റിലീസ്ഡ്. അപ്പോൾ ദിസ് നോ റഷ് എന്ന് എനിക്ക് തോന്നി. നമ്മളെപ്പോഴും ഈ ധൃതി പിടിച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടും കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് ബ്രേക്ക് വാസ് എ വെരി ഗുഡ് ടൈമിങ്. എടുക്കാൻ പറ്റിയൊരു സമയമായിരുന്നു എന്ന് തോന്നി. ഇപ്പം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പം മലയാളത്തിൽ നിന്ന് പോകുന്ന നടിമാർ തമിഴിലേക്കും തെലുങ്കിലേക്കും ഒക്കെ പോകുന്നവർ വളരെ എളുപ്പത്തിൽ വളരെ ക്വിക്കായിട്ട് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യും. ഇപ്പം അപർണയാണേലും സൂര്യ റിപ്പോർട്ടിൽ അതിഗംഭീരമായിട്ട് മധുരൈ സാങ് പറഞ്ഞു. ഇതിൽ നോർത്ത് മദ്രാസ് ആണ് നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട് നിങ്ങളെ ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് അവിടെ പോകുമ്പോൾ അവർക്ക് ഇപ്പോഴും നല്ല മലയാളം ആക്സെൻറ്റോടുകൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതെന്താണ് ഒരു ആക്ട്രസിന് എങ്ങനെയാണ് ഇത് എത്ര പെട്ടെന്ന് ഇത് പിക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പലരിലും കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് എനിക്ക് ഇപ്പം നമ്മൾ കുറച്ചും കൂടെ എക്സ്പോഷർ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് സിനിമകൾ കാണാനുള്ള അവസരങ്ങളുണ്ട്, പല ലാംഗ്വേജസ് കാണാനുള്ള അവസരങ്ങളുണ്ട്. ദാറ്റ്സ് വൺ മേജർ ഫാക്ടർ ഐ ഫീൽ. എനിക്ക് അല്ലാണ്ടൊരു ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ അമ്മൂമ്മ സേലം ആണ് പഠിച്ച് വളർന്നത്. കുറേ എൻ്റെ അമ്മൂമ്മയ്ക്ക് എപ്പോഴും വായിക്കാൻ, ഞാൻ തമിഴ് എന്തെങ്കിലും ഇൻ്റർവ്യൂസ് ഒക്കെ തമിഴിൽ എഴുതി വന്ന അമ്മൂമ്മയ്ക്കാണ് നേരെ അയച്ചു കൊടുക്കുക. സോ ഷീ ക്യാൻ ട്രാൻസ്ലേറ്റ് ഇറ്റ്. അച്ഛനും അമ്മയ്ക്കും തമിഴ് വായിക്കാനൊക്കെ നല്ലോണം അറിയാം. അവർ മല്ലിശ്ശേരി എന്ന് പറഞ്ഞ ഓർക്കസ്ട്രയിൽ, കോയമ്പത്തൂരൊക്കെ മെയിൻ പ്രൊഡോമിനൻ്റ്ലി അവരവിടെ പെർഫോം ചെയ്തിരുന്ന ഓർക്കസ്ട്രയിൽ. അപ്പം ഐ ബിൻ ലിസ്ണിംഗ് ടു തമിഴ് സോങ്സ് ആൻഡ് ഓൾ ദോസ് തിങ്സ് സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പം എനിക്ക് തമിഴ് ഒരിക്കലും ഒരു വേറൊരു അന്യഭാഷ അല്ലെങ്കിൽ എനിക്ക് തീരെ ഫെമിലിയർ അല്ലാത്തൊരു ലാംഗ്വേജ് ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അത് പിക്ക് ചെയ്യാനും പറ്റിയത്. അപ്പോൾ വീട്ടുകാരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അവരെല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പാട്ട് പാടുമായിരുന്നല്ലോ ഇതിനു മുന്നേ. അപ്പോൾ ഒരുപാട് പാട്ട് പാടുമ്പോൾ അമ്മയ്ക്ക് ഡിക്ഷൻ കറക്റ്റ് ചെയ്യൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷീ ഡസൻ ലൈക്ക് പ്രൊണൗൺസിയേഷൻസ് മാറുന്ന ഒന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ലിറിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു പാട്ട് പാടും ഷീസ് വെരി, അമ്മ പാടുമ്പോഴും അമ്മ അങ്ങനെയാണ് അത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അപ്പം അത് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ പാടുമ്പോൾ ഷീൽ കറക്റ്റ് മീ വിത്ത് റൈറ്റ് വേർഡ്സ് ആൻഡ് ഡിക്ഷൻ ആണെങ്കിലും പ്രൊണൗൺസിയേഷൻസ് ആണെങ്കിലും എല്ലാം കറക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ് എന്നെ കൂടുതലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആ ഒരു ലാംഗ്വേജിനോട് അഡാപ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇതിൽ അപ്പോൾ നോർത്ത് മദ്രാസ് സ്ലാങ് അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ കമൽഹാസൻ പല സിനിമകളിൽ ഹ്യൂമറസ് ആയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ധനുഷിൻ്റെ തന്നെ വട ചെന്നൈ അങ്ങനെയുള്ള പൊല്ലാതവൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഇപ്പോൾ മധുരയിൽ നിന്ന് അത് വേറൊരു സോണാണ്, ഇതെങ്ങനെയായിരുന്നു? ഇതിലും കുറെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ രസകരമായിട്ടുള്ള കുറേ യൂസേജസ് ഉണ്ടല്ലോ. ഭയങ്കര രസമാണ് അവരുടെ ഇത്. നമ്മളിവിടെ ചിലപ്പോൾ ഒഫെൻസീവാന്ന് തോന്നുന്ന പല വളരെ കാഷ്വൽ ആയിട്ട് അവിടെ പറയുന്ന ഒരു സ്ലാങ് ആണ് നോർത്ത് ചെന്നൈ സ്ലാങ് എന്ന് പറയുന്നത്. അപ്പം ഇതില് ബേസിക്കലി ഇപ്പൊ സൂര്യ റിപ്പോർട്ടർ ഐ ഹാഡ് ടൈം ടു പ്രിപ്പയർ. ഇതിൽ ധനുഷ് സർ ഡിഡ്ന്റ് വാണ്ട് ലൈക്ക് അങ്ങനത്തെ ഒരു വലിയ പ്രിപ്പറേഷൻ താല്പര്യമില്ല. പിന്നെ നമ്മൾ അവിടെ സെറ്റിൽ വന്ന് ആ ഒരു ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നത് ആ ഒരു ഫീല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് തമിഴ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് എല്ലാം ഇംഗ്ലീഷിലാണ് എഴുതുക. അപ്പോൾ ആ എഴുതുന്നതിലേ അവർ ആ സ്ലാങ്ങോട് കൂടിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ദാറ്റ് ഹെൽപ്ഡ് എ ലോട്ട്. ഒബ്വിയസ്ലി ഡബിങ് വേണമെന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇമോഷൻസിലാണ്. അപ്പോൾ നോ മാറ്റർ ലൈക്ക് ആ ഒരു സൗണ്ട്സ് ലൈക്ക് വാക്കാണെങ്കിൽ പോലും
ഞാൻ അങ്ങനെ ചെയ്തത്. ദാറ്റ് വാസ് മൈ ഹാക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്. ലൈക്ക് ഐ യൂസ് ടു ലൈക്ക് ആ സൗണ്ട്സ് ലൈക്ക് വാക്ക് പറഞ്ഞിട്ടാണെങ്കിലും ഇമോഷൻ വിടാണ്ട് ഇഫ് ഐ ക്യാൻ ഡു ദ സീൻ അത് നമുക്ക് എന്തായാലും കിട്ടും. എന്നിട്ട് ഡബിങ് ഒബ്വിയസ്ലി ഉണ്ടാവുന്നതുകൊണ്ട് ഡബിങ്ങിന്റെ സമയത്ത് സാറ് തന്നെ ഇരുന്നിട്ട് സാറ് മോസ്റ്റ്ലി വാസ് ലൈക്ക് ഇമിറ്റേറ്റിംഗ് ഹിം, ബട്ട് ഇറ്റ് വാസ് സോ ഹെൽപ്ഫുൾ. ലൈക്ക് അത് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് തന്നെ ചെയ്യണം ഡബിങ്. ഞാൻ സാറിനോട് പറയാൻ ചെയ്തു, സാർ വേറെ ആരെ കൊണ്ട് ചെയ്യും, ഞാൻ ട്രൈ ചെയ്യാം, നടപടി ആയില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെ കൊണ്ട്. അല്ല, എല്ലാവർക്കും ഡബിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചെയ്ത ശരിയായില്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ച, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറും പറഞ്ഞു ശരി ഓക്കെ നീ വാ എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അതെ, ചീത്ത. ഇപ്പോൾ തമിഴിൽ ഇപ്പോൾ 2 വലിയ സിനിമകളാണ്. ഇപ്പം സർവൻ പാളമയുണ്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്തത് വലിയ 2 സിനിമകളാണ്. സൂര്യയുടെ കൂടെ സൂര്യപൂട്ടും ധനുഷിൻ്റെ കൂടെ റായനും. ഇവർ രണ്ടും സൂപ്പർ സ്റ്റാർസ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇവരുടെ രണ്ടുപേരുടെയും ആക്ടിങ് സ്റ്റൈലിൽ എന്താണ് ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ സിമിലാരിറ്റിയോ എന്തെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുള്ള എന്താണ്? ഇല്ല, എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് ബോത്ത് ഓഫ് ദം ദ വെരി ഹാർഡ് വർക്കിംഗ്. അതായത് ഇപ്പം ഞാൻ ധനുഷ് സാറിൻ്റെ കാര്യം ഞാൻ സാറിനോടും പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇപ്പം ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി വേണ്ട, ബിക്കോസ് ഹി ഹാസ് റീച്ച്ഡ് ദ സ്റ്റാർഡം. He's like one of the best actors in Tamil Nadu and all over India. Like he won 2 national awards. English Grey Man-ൽ വരെ വന്നിട്ടുള്ള ആളാണ്. അപ്പം പുള്ളിക്ക് ഇത് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത്ര ഇൻറ്റൻസിറ്റിയിൽ അത് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേണ്ടി വരില്ല. ബട്ട് ദെൻ ദറ്റ് പാഷൻ ഓഫ് ഹിസ്, ആ ഡ്രൈവ്, ഇറ്റ് വാസ് സോ ഇൻസ്പയറിങ്. അതായത് നമ്മളെപ്പോഴും എന്തെങ്കിലും ഇപ്പം എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, അപ്പോഴും നമ്മൾ വിചാരിക്കുമോ നമ്മൾ എന്തോ അച്ചീവ് ചെയ്തു എന്ന്. ബട്ട് ദെൻ നമ്മൾ വേറെ ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക യു സ്റ്റിൽ ലേണിങ്, യു സ്റ്റിൽ ഗെറ്റിംഗ് ഇൻ ടു സംതിങ് ന്യൂ. നമ്മൾ എപ്പോഴും ഓരോ ദിവസം എനിക്കിപ്പോഴും ഒരു സെറ്റിൽ ഫസ്റ്റ് ഡേ, മലയാളമാണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ആ ഫസ്റ്റ് ഡേ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്താലേ എനിക്കത് ഓക്കെ ആവുള്ളൂ. സോ നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ഡൺ ദിസ്, യു വിൽ ഓൾവേസ് ഹാവ് ദറ്റ് ഫിയർ ഇൻ യു, ആൻഡ് വിച്ച് ഐ ഫീൽ ഇറ്റ്സ് ഗുഡ്, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ആ പാഷൻ എപ്പോഴും ഉള്ളതുകൊണ്ടായിരിക്കും എനിക്ക് ആ പേടി ഇപ്പോഴും വരുന്നത് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഇവരെല്ലാവരും ദ ബിഗ്ഗസ്റ്റ് ലെസൺ ദേ ഗിവ് ഇസ് ദറ്റ് യു നെവർ ഗിവ് അപ്പ് ഓൺ ദിസ് ആൻഡ് യു നെവർ സ്റ്റോപ്പ്. You never stop working, you never stop dedicating yourself to such a beautiful art. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ രണ്ടുപേരുടെ അടുത്തുനിന്ന് തോന്നിയിട്ടുണ്ട്. സൂര്യപോട്ടറിന് സൂര്യ സാറിൻ്റെ വർക്കൗട്ട് ആണെങ്കിലും ദ വേ ഹി വാസ് ഡയറ്റിങ് ഫോർ ദാറ്റ് യങ്ങർ ലുക്ക് ആൻഡ് എവറിത്തിങ് വാസ് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് പുള്ളി സൂപ്പർ സ്റ്റാർഡം എത്തിയിട്ടും ഹീസ് ആക്ച്വലി വർക്കിംഗ് ഫോർ എ ഫിലിം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തരെ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം ഞാൻ കിഷ്കിന്ദ കാണാൻ ചെയ്യുമ്പോൾ ആസിഫ് ക 9:30 ഷൂട്ട് കഴിഞ്ഞിട്ടും ഹി യൂസ് ടു ഗോ ടു ദ ജിം ആൻഡ് വർക്ക് ഔട്ട്. സോ ദോസ് ആർ ദ തിങ്സ് വി ലേൺ ഫ്രം സീനിയർ ആക്ടേഴ്സ്. ലൈക്ക് സീനിയർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സാണ് ഇവരെല്ലാവരും, ബട്ട് ദേ സ്റ്റിൽ ഡോണ്ട് സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് ദേ ഡൂയിങ് ഫോർ ദിസ് തിങ്. അപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമ്മൾ ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ്, അവരിപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതും അവരിപ്പോഴും അതിൽ എക്സൈറ്റഡ് ആവുന്നതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. അപ്പൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ആഗ്രഹിച്ചൊന്നും സിനിമയിൽ വന്നതല്ല, വന്ന് കഴിഞ്ഞിട്ടാണ് പാഷൻ വന്ന് തുടങ്ങിയതെന്ന്. ഇപ്പം എങ്ങനെയാണ് അപ്പറിനയുടെ ഒരു ലേണിംഗ് പ്രോസസ്സ്? അതായത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലല്ലാണ്ട് ഹൗ ഡു യു സ്പെൻഡ് ടൈം ലൈക്ക് ഹോണിങ് യുവർ ക്രാഫ്റ്റ്? ഇപ്പോൾ എന്താ മാസ്റ്റർ ക്ലാസ്സസ് കാണുകയോ അല്ലെങ്കിൽ ബുക്സ് വായിക്കുകയോ അങ്ങനെയുള്ള പ്രോസസ്സാണോ, അതോ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെയുള്ള പഠിത്തമാണോ നടക്കുന്നത്? എനിക്ക് ഈ പറഞ്ഞ മാതിരി ഒരു സിനിമയിൽ വന്നതിന് ശേഷം ആദ്യത്തെ സിനിമ നല്ല, ഇപ്പം മഹേഷ്ണപ്രതിയാരാണെങ്കിലും സെക്കൻഡ് ക്ലാസ് യാത്രയാണെങ്കിലും എല്ലാം നന്നായി നല്ല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഐ വാസ് ക്ലൂലെസ് ഫോർ എ വെരി ലോങ് ടൈം ടു വാട്ട് ടു ഡു. എനിക്ക് അറിയണ്ടായിരുന്നില്ല. സൂര്യപോട്ടർ ആണ് എന്നെ കൂടുതൽ എനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ക്ലാസ് തന്നത്. ലൈക്ക് ആക്ടിങ്, എനിക്കിപ്പോൾ ഒരു വർക്ക്ഷോപ്പിന് പോകാൻ പോലും ഭയങ്കര ചമ്മലുള്ള ഒരാളായിരുന്നു. ഐ യൂസ് ടു ഡാൻസ് ആൻഡ് ഓൾ, പക്ഷേ ഇതൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അത് പോകാനും ഒക്കെ. അത് കഴിഞ്ഞ് സൂര്യപോട്ടർ എത്തിയപ്പോഴാണ് ഞാൻ അത് ബ്രേക്ക് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് സോ മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ഇഫ് ഐ ആക്ച്വലി ബി ട്രൂത്ത്ഫുൾ, എനിക്ക് എൻ്റെ പാഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. പിന്നെ എനിക്ക് ഐ നെവർ വാണ്ടഡ് ടു ഗിവ് അപ്പ് ഓൺ ദിസ് ഓർ ഐ നെവർ വാണ്ടഡ് ടു ലുക്ക് ബാക്ക്, ലൈക്ക് എനിക്ക് തിരിച്ച് പോകണ്ട എന്നുള്ളൊരു എന്നെ എത്തിച്ചത് സൂര്യപോട്ടർ സുധാ മാം ആണ്. മാം എനിക്ക് അതിൽ തന്നിട്ടുള്ള ട്രെയിനിങ് ആണെങ്കിലും ദ ടൈം ഷീ ഗേവ് മീ ടു പ്രിപ്പയർ, that was a different thing. അപ്പോൾ അവിടെ തൊട്ടിട്ട് now I have a lot of passion that
ഇതിൽ എന്ത് ചെയ്യണമെങ്കിലും ഐ വിൽ ഡൂ ഫോർ ദിസ് യുനോ കരിയർ, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ക്ലാസ്സസ് ആണെങ്കിലും ഐ എം സ്റ്റിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ക്ലാസ്സസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിന് നമ്മളൊരു വലിയ ബാരിയർ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ആക്ടിങ് ക്ലാസ്സസ്. ഓഡിഷൻസ് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ നമുക്ക് തരും. യു ഗെറ്റ് റിജക്റ്റഡ്, യു ഗെറ്റ് ഇറ്റ്സ് ഓൾ സംതിങ് ന്യൂ ഇൻ യുവർ ലൈഫ് ഹാപ്പനിങ്. ഇപ്പം ഐ എം ലൈക്ക്, അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇതിനെ കാണുന്നത്. ആൻഡ് നൗ ഐ വാച്ച് എ ലോട്ട് ഓഫ് ഫിലിംസ്. ഐ വാസ് നെവർ എ മൂവി ബഫ്. എൻ്റെ അച്ഛൻ ഭയങ്കര സിനിമാ പ്രാന്തനാണ്. അച്ഛൻ കുറേ സിനിമകൾ കാണും. ഞാനും എൻ്റെ അമ്മ അങ്ങനെ കാണില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് പല സിനിമകളും ഞാൻ കാണുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഐ ഗോ ഓൺ എ മൂവി മാരത്തോൺ. ലിറ്ററലി ഇരുന്ന് കുറേ സിനിമകൾ കാണും. എങ്ങനെ ഓരോരുത്തരും ഓരോ ചെറിയ ചെറിയ സീനുകളും ചെറിയ റിയാക്ഷൻ, ചെറിയത് കാര്യങ്ങൾ ചെയ്യാനാണല്ലോ ഏറ്റവും പാട്. അതൊക്കെ ഒബ്സർവ് ചെയ്യും. And I'm like, ഇനി ഒരു ടൈം കിട്ടുമ്പോൾ ഐ റിയലി വോണ്ട് ഗോ ഫോർ an acting class also. ഇപ്പോൾ ഈ വർക്ക്ഷോപ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്ന പല വർക്ക്ഷോപ്സ് ചെയ്തിട്ടുണ്ടാകും ആ സമയത്ത്. അതിൽ ചെയ്തുകൊണ്ടിരുന്ന അപർണ്ണയുടെ അതുവരെയുള്ള ഒരു ആക്ടിങ്ങിനെ പറ്റിയുള്ള ഐഡിയനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തൊരു എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എന്തെങ്കിലും പറയാൻ പറ്റും? ഞാൻ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, ഞാൻ ഡാൻസർ ആയിരുന്നുകൊണ്ട് തന്നെ കലൈറാണി മാം എന്നെ അത് ഡാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് സൂര്യ പോർട്ടറിലേക്ക് ആ ഒരു ഇത് എത്തിച്ചത്. ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഇപ്പോൾ some things you can't explain it through words. ഇപ്പം what changes എന്താ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I can never explain it. അങ്ങനെ ഇന്ന കാര്യത്തിലാണ് മാറ്റം ഉണ്ടായെന്നുള്ളത് എനിക്കത് പറയാൻ അറിയില്ല. പക്ഷേ എനിക്കത് ഡാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തപ്പോൾ ദെൻ ഐ വാസ് ലൈക്ക് ഫിയർലെസ്. എനിക്ക് ഒരു തരത്തിലുള്ള ഇൻഹിബിഷൻസും ഇല്ല. ബിക്കോസ് ഐ എം ദാറ്റ് കോൺഫിഡൻറ്റ് അബൌട്ട് ഡാൻസിങ്. എനിക്ക് നല്ല ക്ലാസ്സസും ട്രെയിനിങ്ങും എൻ്റെ ടീച്ചേഴ്സ് തന്നിട്ടുള്ളതുകൊണ്ട് ഡാൻസിങ് എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് ചെയ്യാൻ. ദാറ്റ് വാസ് ദ ലാസ്റ്റ് തിങ് ദാറ്റ് വി ഡിഡ് ഫോർ ദ വർക്ക്ഷോപ്പ് ഓൾസോ. സോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആക്ടിങ്. ഞാൻ നേരത്തെ വിവേകേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് എനിക്ക് ഒരു പരിധി കൂടുതൽ ഇത് എന്ത് ചെയ്യണം എന്നുള്ളൊരു നമുക്കൊരു തോട്ട് വരുമല്ലോ. ബിക്കോസ് യു പ്ലേയിങ് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, ബട്ട് അറ്റ് ലൈക്ക് നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നതെന്നുള്ളത് നമ്മളെപ്പോഴും ബ്രേക്ക് ചെയ്യാൻ പാടുപെടുന്ന ഒരു കാര്യം. ആ കാര്യം മൊത്തത്തിൽ ബ്രേക്കായി. ലൈക്ക് യു ഗെറ്റ് ഇൻ ടു എ ക്യാരക്ടർ, യു റിലേറ്റ് ടു ദ ക്യാരക്ടർ വിത്ത് ദ ബെസ്റ്റ്, എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് വാസ് റിയലി ഗുഡ് ടു യുനോ വർക്ക് ഇറ്റ് ഔട്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് കലൈറാണി മാമിൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചത്. അത് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൂടെ ആ സമയത്ത് പോവും. ദാറ്റ് മെയ്ഡ് ഇറ്റ് വെരി മച്ച് എന്താ പറയുക കൺവീനിയൻറ്റ് ആൻഡ് ഈസിയർ ഫോർ മീ ആ ഒരു സെറ്റിൽ വന്നപ്പോൾ. ഇപ്പം നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ഇപ്പം എന്തായാലും ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ് ആ ഒരു ടാഗ് വരുന്നത്. അതിനുശേഷം വരുന്ന സ്ക്രിപ്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുന്നതിലും ഒക്കെ എന്തെങ്കിലും കാര്യമായ മാറ്റം വന്നിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഇപ്പം റെസ്പോൺസിബിലിറ്റി ആണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ പ്രോബബ്ലി എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചേട്ടന് ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല, അല്ലെങ്കിൽ വൈസ് വേഴ്സ. ലൈക്ക് ഇറ്റ് ക്യാൻ ഹാപ്പൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ ഓരോ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്ക് കുറേ ക്യാരക്ടേഴ്സ് ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് വന്നിരുന്നു. ആൻഡ് ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് ഐ ലൈക്ക് ദ സ്ക്രിപ്റ്റ്. പക്ഷേ ഐ റിയലി ലൈക്ക് ഞാൻ അവാർഡ് കിട്ടിയതിന് ശേഷമല്ല, അതിന് മുന്നേ ചെയ്തത് സുന്ദരി ഗാർഡൻസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. ആൻഡ് ഐ ലവ് ദാറ്റ് ക്യാരക്ടർ. സുന്ദരി മാത്യൂസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് സോ മെനി ഇമോഷൻസ്, ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ഐ ലവ് ദാറ്റ് ക്യാരക്ടർ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഇപ്പോഴും ഞാൻ മറ്റേ ഏറ്റവും സന്തോഷത്തോടു കൂടി ഇതാക്കും. ഇപ്പം ഞാൻ കുറേ സീരിയസ് റോൾ ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുമ്പോൾ കുറച്ച് പേടിയാണ് ഇപ്പോൾ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നാഷണൽ അവാർഡിന് ഞാൻ അങ്ങനെ വെച്ചിട്ട് ഐ എം നോട്ട് ജഡ്ജിങ്. ലൈക്ക് ഞാൻ ലൈക്ക് മേ ബി ദിസ് ഏറ്റവും കൂടുതലുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിലായിരിക്കും അല്ലെങ്കിൽ പെർഫോം ചെയ്യാനുള്ളത്. അപ്പോൾ യു കെ നോട്ട് ജഡ്ജ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നാഷണൽ അവാർഡ് സൂര്യ പോർട്ടലിൽ കിട്ടി, വിച്ച് ഇസ് എ വെരി ഹാപ്പി തിങ് ഫോർ മീ. പക്ഷേ അതർ ദൻ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് സ്ക്രിപ്റ്റ് ആൻഡ് വാട്ട് ടീം യു ആർ വർക്കിംഗ്. ടീമിനെക്കാളും ഡയറക്ടർ ആൻഡ് ഓൾ ദോസ് തിങ്സ്. യാ, ഇപ്പോൾ മലയാള സിനിമയിൽ ഇങ്ങനെ പല ഫേസസിലൂടെ കടന്നു പോകുന്ന ഈ ഒരു 2-3 വർഷത്തിൽ തന്നെ കുറേ ഫേസസ് നടക്കുകയാണ്. കാരണം ഇടയ്ക്ക് വെച്ച് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് ബോൾഡ് സ്ത്രീ കഥാപാത്രങ്ങൾ ഇങ്ങനെ സീരിയസ് റോൾസുകൾ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു എന്ന് പറഞ്ഞ ചർച്ച വരുന്നുണ്ട്. ഇപ്പോൾ അപർണ പറഞ്ഞ പോലെ ഡാൻസ് അപർണയുടെ ഉള്ളിലുള്ളൊരു വലിയ കാര്യമാണ്. എത്ര നാളായി മലയാള സിനിമയിൽ ഡാൻസ് ചെയ്തിട്ട്? അപ്പൊ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പം ആസ് എ സിംഗർ ആൻഡ് ഡാൻസർ, അങ്ങനെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള സിനിമകൾ. എനിക്ക് അങ്ങനെ ആക്ച്വലി ഡാൻസർ ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഇതിലാണ്. ക്ലാസിക്കൽ ഡാൻസ് സ്പെഷ്യലി, ബിക്കോസ് ഞാൻ ട്രെയിൻ ഭരതനാട്യം ഡാൻസർ ആയതുകൊണ്ട് ഐ റിയലി വോണ്ട് ടു ഡു സംതിങ് ഓഫ് ദാറ്റ് സോർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ്
ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ മാതിരി വെറുതെ ഇപ്പൊ ഒരു ഡാൻസ് കൊണ്ടുവയ്ക്കുന്നതിനെക്കാട്ടിലും നല്ലത് അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന തന്നെയാണ്. ഞാൻ പറയുന്നത് ക്യാരക്ടർ വൈസ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സിംഗർ ആയിട്ടാണെങ്കിലും ഡാൻസേഴ്സ് ആയിട്ടാണെങ്കിലും അതിന് അധികം വന്നു കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് വെരി ഇൻട്രസ്റ്റിംഗ്. അതല്ലാണ്ട് തന്നെ ഇപ്പൊ ബാക്കി ജോണേഴ്സിൽ ഇപ്പം സ്ത്രീകളെ അധികം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പം കോമഡിയൊക്കെ കുറച്ചുണ്ട്, പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു ലീഡ് ആക്ട്രസ് സ്ട്രോങ് ആയിട്ട് ഒരു കോമഡി പുൾ ഓഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ റോളോ ഒക്കെ വളരെ കുറച്ചാണ് സിനിമകൾ സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചു. എനിക്ക് അറിയില്ല, ഇപ്പൊ ആക്ഷന്റെ കാര്യം ഐ എം നോട്ട് ഷുവർ, പക്ഷെ കോമഡി ഐ തിങ്ക് ദർ ആർ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ആക്ടേഴ്സ് ഹു ക്യാൻ ഡു ഇറ്റ്. ഇപ്പൊ തന്നെ ഗ്രേസ് ആണെങ്കിലും വിൻസി ആണെങ്കിലും ദേ ഡു ഇറ്റ് ബ്യൂട്ടിഫുള്ളി. ആൻഡ് ഐ തിങ്ക് വി ഹാവ് as long as we can, we have to explore all those characters, because നമുക്ക് ഇപ്പോൾ ഉർവശി ചേച്ചി ആണെങ്കിലും കൽപ്പന ചേച്ചി ആണെങ്കിലും ചെയ്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. none of us can match that or like we'll try, പക്ഷെ നമ്മൾ ട്രൈ ചെയ്യും, കാരണം അവരൊക്കെ ഫിനോമിനൽ ആയിരുന്നു. ഇപ്പോഴും ഉർവശി ചേച്ചി വന്നിട്ട് ഒരു ഞാൻ 2 സിനിമ ചേച്ചിയുടെ കൂടെ ചെയ്തിട്ട് ചേച്ചി ചുമ്മാ വന്ന്, അതായത് ക്യാമറ കട്ട് പറഞ്ഞാൽ വേറൊരാള്, ആക്ഷൻ പറഞ്ഞാൽ വേറൊരാളാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയില്ല നമുക്കിതൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ ഐ റിയലി ലവ് കോമഡി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഭീകര റെസ്പെക്റ്റും ഇഷ്ടമാണ്. കാരണം I've always felt it's very difficult to pull off. അത് ഞാൻ അറിയാണ്ട് ചെയ്തപ്പോൾ ദിലീഷ് ചേട്ടന്റെ കയ്യിലാണ് അത് മൊത്തം ഇരിക്കുന്നത്. പക്ഷെ പദ്മിനി ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദാറ്റ് ക്യാരക്ടർ. ഒരു കുറെ കോമഡിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്യാരക്ടർ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള. അപ്പൊ അതാ ഞാൻ പറയാം, എനിക്ക് കുറച്ചും കൂടെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്താൽ എനിക്ക് കൊള്ളാമെന്നുണ്ട്. ഹ്യൂമർ ഐ തിങ്ക് ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ഒരു ലോട്ടിനെ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക് വണ്ടേഴ്സ്. ഇറ്റ് വിൽ വർക്ക് ബിക്കോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ വെരി മച്ച് കേപ്പബിൾ ഓഫ് പുള്ളിങ് ഓഫ് കോമഡി ആൻഡ് ഹ്യൂമർ. ഇപ്പോൾ ഇതിനിപ്പോൾ ഇപ്പോൾ ഉർവശി ചേച്ചി സ്വിച്ച് ഓഫ് ചെയ്യുന്നത് ഞാൻ അപ്പറിനെയും കണ്ടിട്ടുണ്ട്. വളരെ കൂളായിട്ട് ഹാങ് ഔട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇമോഷനിലേക്ക് കടക്കുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്പറിനയുടെ തേർഡ് പേഴ്സൺ ആയിട്ട് കാണുകയാണ്, പക്ഷെ വാട്ട് ഗോസ് ഇൻസൈഡ് യുവർ ഹെഡ്? ഇപ്പോൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് റോളിനെ അകത്തേക്ക് എടുത്ത് അങ്ങനെ എടുക്കുന്ന ഒരു ആക്ടറാണോ അതോ സ്പോണ്ടേനിയസ് ആയിട്ട് പോകാൻ താല്പര്യമുള്ള ഒരു ആക്ടറാണോ? കുറേ കൂടെ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം ആ ഒരു സെറ്റും സാഹചര്യവും ഒക്കെ നമ്മളുടെ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിനെ ഡിഫൈൻ ചെയ്യും. ആ ഒരു ക്യാരക്ടറിനെയും ആ ഒരു സീനിനെ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്യും. സോ ഐ വുഡ് ലവ് ടു. ഇപ്പോൾ സൂര്യ പോട്ടർ വാസ് എ ഡിഫറെൻറ്റ് ഫിലിം. അതിൻ്റെ ഒത്തിരി എനിക്ക് ഡയലോഗ്സും എല്ലാം ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ വാസ് ഡിഫറെൻറ്റ്. അപ്പോഴും നമ്മൾ സീൻസ് ആയിട്ടൊന്നും അല്ല പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഷൂട്ടിൻ്റെ തലേന്നോ അങ്ങനെയൊക്കെ ആയിട്ടേ ചെയ്യുള്ളായിരുന്നു. സീൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആകുമ്പോൾ എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വന്നിട്ട് പെട്ടെന്ന് ഇതിനെ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ വന്നെന്നിരിക്കില്ല. അപ്പോൾ ഐ ഓൾവേസ് പ്രിഫർ ഗോയിങ് ഓൺ സെറ്റ്, ഗോയിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ സെറ്റ് ലൊക്കേഷൻ ആൻഡ് ദെൻ working the scene out with my co-actors and my director. It's very interesting to do. Like നമ്മൾ തന്നെ ധൂമത്തിന് കുറെ ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വർക്ക് ചെയ്യാൻ. അതായത് നമ്മളുടെ ഡയറക്ടർ, റൈറ്റർ, എവ്രി വൺ കമ്മിങ് ടുഗെദർ ആൻഡ് വർക്കിംഗ് ഔട്ട് ദറ്റ് സീൻ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. ഐ ലവ് ഡൂയിങ് ദാറ്റ് വിത്ത് ആൻഡ് ദ DOP ഓൾസോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സെറ്റിൽ വന്നിട്ടാണ് സീൻസ് അങ്ങനെ ഒരു വളരെ എലാബറേറ്റ് ആയിട്ട് ചെയ്തു നോക്കാറില്ല. ഡയലോഗ്സ് എപ്പോഴും പഠിക്കാൻ നോക്കും. എപ്പോഴും ഞാനത് എപ്പോഴും ഒരു മൈൻഡിൽ ദിസ് ഇസ് ദ ഡയലോഗ് എന്നുള്ളത് എപ്പോഴും പഠിക്കാൻ നോക്കും. പക്ഷേ നീഡ് നോട്ട് ബി ലൈക്ക് അതേ വാക്കുകൾ പറയുന്നതിനെക്കാട്ടിലും അത് എപ്പോഴും രജിസ്റ്റർ ആയിട്ടിരിക്കും നമ്മുടെ തലയിൽ. ബാക്കിയൊക്കെ എനിക്ക് ആ സെറ്റിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ മനോരഥങ്ങളും റിലീസിന് റെഡിയായി നിൽക്കുകയാണ്. MTയുടെ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? ലൈക്ക് രവി ശമ്പാടിൻ്റെ സിനിമയിലാണ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു വന്നതും അത് എങ്ങനെയാണ് എത്തിയതും അപ്പറിലേക്കും എന്താണ് ഹൗസ് ദാറ്റ് ക്യാരക്ടർ എത്തിയത്? കുറേ നാൾ മുന്നേ എത്തിയത്. അതുകൊണ്ട് എനിക്ക് രതീഷ് ചേട്ടൻ തന്നെയായിരുന്നു എൻ്റെ ഡയറക്ടർ. അല്ല, എനിക്ക് ആക്ച്വലി പ്രൊഡക്ഷൻ വഴി അശ്വതി ചേച്ചിയൊക്കെ വഴിയാണ്, സാറിൻ്റെ മോള് വഴിയൊക്കെയാണ് ക്യാരക്ടർ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്, ആ ഒരു ആന്തോളജിയിലേക്ക് എത്തുന്നത്. പിന്നെ രതീഷ് ചേട്ടൻ അതിൻ്റെ ഡയറക്ഷൻ ഏറ്റെടുത്തു. അപ്പം MT സർ ഹാസ് എ വെരി ഹ്യൂജ് റോൾ ടു പ്ലേ ഇൻ ദിസ്. അതായത് സാറ് വളരെ കീനാണ് സാറിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതും അങ്ങനെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാന്നുള്ളതൊക്കെ. സാർ ഒബ്വിയസ്ലി അദ്ദേഹത്തെ പോലത്തെ ഒരു റൈറ്റർ നമുക്ക് ഒരു കാര്യം നമ്മൾ ഇന്നത്തെ ജനറേഷൻ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് തരുമ്പോൾ നമുക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അത് മാക്സിമം നന്നായി ചെയ്യുക എന്നുള്ളതും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. കാരണം സാറ് ഓക്കെ ആയ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ ക്യാരക്ടർ ചെയ്യാനായിട്ട് കേപ്പബിളാന്ന് തോന്നിയ ഒരാളെന്നുള്ള നിലയ്ക്ക് ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് അത് മാത്രമല്ല ഭയങ്കര സട്ടിലായിട്ടുള്ള ഭയങ്കര പഴയ കാലത്ത് നടക്കുന്ന അങ്ങനത്തെ ഒരു സ്റ്റോറി, അങ്ങനത്തെ ഒരു സെനാരിയോ ആണ്. ഇന്ദ്രേട്ടൻ്റെ കൂടെയാണ്
കൂടെയാണ് ചെയ്യുന്നത്. ആൻ ചേച്ചി ഉണ്ട്, പക്ഷേ വി നെവർ ഹാഡ് എനി കോമ്പിനേഷൻ സീൻസ്. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര സട്ടിലായിട്ട്. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല അത്രയും പഴക്കമുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പീരിയഡ് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ് ആ ഒരു ക്യാരക്ടറും അതിൻ്റെ ഇമോഷൻസും ദ വേ ദേ ബിഹേവ്. ആ ഒരു ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്നതും ഡയലോഗ്സ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പം ഇടയ്ക്ക് വരുന്ന ഫെയിലിയേഴ്സിനെയും അല്ലെങ്കിൽ ഇടയ്ക്ക് വരുന്ന ഇങ്ങനത്തെ ട്രോളിങ്ങും ഇപ്പം ചിലപ്പോൾ വളരെ ഹാഷായിട്ട്, ഇപ്പം എനിക്ക് തോന്നുന്നു കാപ്പയുടെ സമയത്തൊക്കെ വളരെ ഹാഷായിട്ട് കൊട്ടപ്രമീല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ട്രോൾസും മീംസും അത് ആദ്യമൊക്കെ തമാശയായിട്ട് തോന്നുമെങ്കിലും പിന്നീട് കുറച്ച് ഹാഷായി മാറിയിരുന്നു. അപ്പം ഈവൻ ആസിഫ് പോലെ ഈ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ളവർ പറയുന്നതിൻ്റെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും എന്നുള്ളത്. അതെങ്ങനെയാണ് അപ്പറിനെ എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് എന്താ പറയുക, ഇത് ആദ്യം നമുക്ക് എപ്പോഴും സിനിമ ഇറങ്ങുമ്പോൾ നമുക്കായിട്ടൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. ഇറ്റ് നീഡ് നോട്ട് ഇവൻ ഡിപ്പെൻഡ് ഓൺ എനി കൈൻഡ് ഓഫ് ഓൺലൈൻ റിവ്യൂസ് ഓർ എനിത്തിങ്. നമ്മൾ തന്നെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ഒരു സിനിമ റിലീസ് ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ റായൻ ഇറങ്ങാറായതിൻ്റെ 2 ദിവസം മുമ്പ് ഐ എം ലൈക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ ഭയങ്കര മൂഡ് സ്വിങ്സും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് ദെയർ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് നെറ്റിൽ ഒരുപാട് പേര് നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഗിവിങ് അസ് എൻ എക്സ്ട്രാ പ്രഷർ. അതായത് ഇനി അവരെന്ത് പറയും എന്നുള്ളത് എപ്പോഴും, ഇനി എത്ര ഡോണ്ട് കെയർ എന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ ഓൾവേസ് ഗോ ഇൻ ദ ബാക്ക് ഓഫ് അവർ ഹെഡ്. അപ്പോൾ അതെനിക്ക് വറി ചെയ്തത് ഐ തിങ്ക് ഇപ്പം എന്താ പറയുക പതുക്കെ അതിന് ബ്രേക്കായി വരുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ കൂടുതലും നമ്മൾ ഈ കമൻസ് ഒക്കെ കുത്തിരുന്ന് വായിക്കുമല്ലോ, അതൊക്കെ ഞാൻ ചെയ്തിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അത് പിന്നെ ആൾക്കാർ ഓൺലൈൻ റിവ്യൂസ് പറയുന്നത് ഒക്കെ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ്, ഇൻ്റർനെറ്റ് നമ്മുടെ കയ്യിലുള്ളൊരു ഫോണാണെങ്കിൽ പോലും ഇറ്റ്സ് അനദർ വേൾഡ്, ഇറ്റ്സ് എ ഹ്യൂജ് വേൾഡ് that's not in my hand. അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ കൺട്രോളിൽ. പുറത്തൊരു ലോകം തന്നെ ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. നമ്മൾ പക്ഷെ കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡിലുള്ള ഏത് ആൾക്ക് വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം എന്നുള്ളൊരു സ്പേസ് ആയി മാറിയിട്ടുണ്ട്. നല്ലതിനും ചീത്തയ്ക്കും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവത്തെ ഞാൻ എത്രത്തോളം എന്ത് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ചെയ്യും, അങ്ങനത്തെ ഒരു തോട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ വന്നപ്പോൾ തുടങ്ങി. പിന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, നൗ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്താ ചെയ്തിട്ട് ഞാൻ പിന്നെ പോകും. പിന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കാലൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അതൊന്ന് പയ്യെ ബ്രേക്ക് ആവുന്നത്. നമ്മളിപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പം 8 years ഇൻഡസ്ട്രിയിൽ വന്നിട്ട്, എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആ ഒരു ട്രാൻസിഷൻ എൻ്റെ ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ബിഫോർ ഈ ഒരു റിവ്യൂവേഴ്സും ഓൺലൈൻ റിവ്യൂവേഴ്സും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. വി ആർ ഓൾ എന്താ പറയുക looking into these reviews and lot of people are dependent on the reviews. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ടൈം ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഇൻ ദ ബിഗിനിങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. പിന്നെ അപ്പം എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് വൈ ആർ പീപ്പിൾ നോട്ട് കൺസിഡറിങ് അസ് എസ് ഹ്യൂമൻസ്. ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഒട്ടും ഇവർക്കൊന്നും തോന്നൂല്ലായിരിക്കും എന്നുള്ള പോലെയൊക്കെ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തോന്നി. ഇപ്പം പിന്നെ ഐ എം ലൈക്ക് ഓക്കെ, എന്തായാലും ഇപ്പം എൻ്റെ കയ്യിലല്ല ഇതൊന്നും ഇരിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം പിന്നെ ഇതിന് മാക്സിമം അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ള കരിയറിൽ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം തൊട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് യാത്ര തൊട്ട് ഇതുവരെ ഇപ്പം റായൻ വരെ എത്തിക്കുമ്പോൾ ഇതുവരെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൊരു ടഫസ്റ്റ് സീൻ ടു ക്രാക്ക് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഒരുപാട് ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ടേക്ക് പോയത് ആരെടുക്കുന്ന സീനിലാണ്, ചേട്ടൻ സൂപ്പറ എന്ന് പറയുന്ന സീനിൽ. ചേട്ടൻ സൂപ്പറ ദിലീഷ് ചേട്ടൻ പറഞ്ഞു അത് ആൾക്കാരിലേക്ക് എത്തണം. അതും ഈ പറഞ്ഞ മാതിരി ദിലീഷ് ചേട്ടൻ്റെ ഒരു ക്ലാരിറ്റി ആയിരുന്നു, ലൈക്ക് വാട്ട് പീപ്പിൾ വാണ്ടഡ്. ബിക്കോസ് ഇപ്പോഴും ചേട്ടൻ സൂപ്പറ എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാറുമുണ്ട്. അത് മാത്രമല്ല അത് പറയുമ്പോൾ ഉള്ളൊരു ഇമ്പാക്റ്റും ഐ നോ ഫ്രം പീപ്പിൾ ഹു ഹവ് സീൻ ദ ഫിലിം. അപ്പോൾ അത് നോക്കുമ്പോൾ ദിലീഷ് ചേട്ടൻ അന്നേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് കൃത്യം കിട്ടണം എന്നുള്ളത്. അപ്പോൾ അതിലങ്ങനെ ഒരുപാട് ടേക്ക് ഞാൻ അതിന് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ സൂര്യ പോർട്ടറിൽ ആ ഒരു പൈസ ചോദിക്കുന്ന സീനുണ്ടല്ലോ, അത് വളരെ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സീനായിരുന്നു. പക്ഷെ അങ്ങനത്തെ സീൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് എത്ര ചെയ്താലും ചിലപ്പോൾ മതിയാവില്ല. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഇരിക്കുമ്പോഴായിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യാറുതെന്ന് തോന്നും. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ വിൽ ജസ്റ്റ് കീപ്പ് ഓൺ, വിൽ ട്രൈ ടു ഇംപ്രൂവ്. പ്രോബബ്ലി അത് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ
ദാറ്റ്സ് വെൻ ദ ഡയറക്ടർ കംസ്, എന്താ പറയുക, ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത് അപ്പോഴാണ്. അപ്പം അത് പക്ഷെ കുറച്ച് ടേക്കുകൾ പോയായിരുന്നു, നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഫ്രജൈൽ സീൻ, ഭയങ്കര ഫ്രജൈൽ ഡയലോഗ്സ് ദാറ്റ് വി ഹാൻഡിൽ വിത്ത് ലൈക്ക് അത്ര ഇമോഷൻസ് ഉള്ളൊരു സീനായിരുന്നു. സോ ദാറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ക്രാക്ക്. അതായിരുന്നു മെയിൻ ആയിട്ട്. ഇനി ഏതൊക്കെയാണ് അപർണ്ണയുടെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട്? മലയാളത്തില് മിണ്ടിയും പറഞ്ഞും, രുതിരം, അതെ അത് വരുന്നുണ്ട്. പിന്നെ കിഷ്കിന്ധാകാന്ഡം ആസിഫ് ആയിട്ട്, മനോരഥങ്ങൾ August 15 ഇറങ്ങും OTT. അതല്ലാണ്ട് തമിഴിൽ റായൻ തന്നെയാണ്. പിന്നെ ഇപ്പോൾ കുറേ കഥകൾ കേൾക്കുന്നുണ്ട്, സൈൻ ചെയ്തിട്ടുണ്ട് 1-2 പറയാൻ പറ്റാത്ത അതുകൊണ്ട് പറയുന്നില്ല, ഒഫീഷ്യലി പറയാറായിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അല്ലാണ്ട് ഇപ്പം ഞാൻ കൂടുതൽ കഥകൾ കേൾക്കുന്നുണ്ട്. ഐ എം നോട്ട്, നേരത്തെ പറഞ്ഞ മാതിരി, ഐ ഡോണ്ട് വോണ്ട് ടു റഷ് ഇൻ ടു ദിസ്. നല്ല ക്യാരക്ടേഴ്സ് നല്ല സ്ക്രിപ്റ്റുകളും വരുമ്പോൾ ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ പ്രോബബ്ലി നമുക്കത് മനസ്സിലൊരു എവിടെയെങ്കിലും ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാലോ എന്നുള്ള പേടികൊണ്ട് ഞാനിപ്പോൾ അധികം ഒരുപാട് എടുത്ത് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേ അല്ല ഇരിക്കുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ ഓരോന്ന് നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളതിലാണ്. ഇനി ഒരു ഇവിടെ അധികം വന്നേക്കുന്നവരെല്ലാവരും സംസാരം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാടാൻ കഴിവുള്ള ഒരാളെ ആദ്യമായിട്ടാണ് മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ടും കൂടെ പാടാണ്ട് വിടാൻ പറ്റില്ല. റഹ്മാൻ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് അത് പുള്ളിയുടെ തന്നെ ഒരു പാട്ട്, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു പാട്ടാണ്. മേഘം തിരந்து வந்து மண்ணில் இறங்கி வரும் மார்பில் ஒளிந்து கொள்ள வா வா, மார்பில் ஒளிந்து கொண்டால் மாறன் நம்பு வரும், கூந்தலில் ஒளிந்து கொள்ள வரவா, என் கூந்தல் தேவன் தூங்கும் பள்ளி அறையா அறையா, மலர் சூடும் வயதில் என்னை மறந்து போவதுதான் முறையா, நினைக்காத நேரம் இல்லை காதல் ரதி ரதி, உன் பேரை சொன்னால் போதும் நின்று வழிவிடும் காதல் நதியே, என் சுவாசம் உன் மூச்சில், உன் வார்த்தை என் பேச்சில், 5-6 நூற்றாண்டு வாழ்வோம் என் வாழ்வே வா, மலர்களே மலர்களே இது என்ன கனவா. Thank you so much. Thank you Aparna. All the best for Ryan. Thank you.